29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്നലെ 9:30 നിലാ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഷുഡ് ദ വിൻഡ് ഡ്രോപ്പ്. കൊക്കേഷ്യയിലെ ഒരു ചെറിയ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കിന്റെ വിമാനത്താവളം തുറക്കുന്നതിന് കാരണമാകാൻ അന്താരാഷ്ട്ര ഓഡിറ്ററായ അലൈൻ എത്തുന്നു. എയർപോർട്ടിൽ കുടിവെള്ള വിതരണ ബിസിനസ് നടത്തുന്ന എഗൻ എന്ന പ്രാദേശിക ബാലനിലൂടെ ആ പ്രദേശം നേരിടുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും പല സംഭവങ്ങളിലൂടെ ചിത്രം വരച്ചു കാട്ടുന്നു. ഈ ഒറ്റപ്പെട്ട പ്രദേശം ലോകത്തിന് മുന്നിലേക്ക് തുറന്നിടാൻ ഏതു തരത്തിലുള്ള സാഹസത്തിനും തയ്യാറെടുക്കുന്ന അലൈൻ. നോറ മാർട്ടിറോസ്യൻ സംവിധാനം ചെയ്ത അർമേനിയ ചിത്രമാണിത്. 2020 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ദൈർഘ്യം 100 മിനിറ്റാണ്. IFFKയുടെ ഭാഗമായി കലാഭവൻ തിയേറ്ററിൽ 12:15 വിക്ടോറിയ എന്ന ഇന്ത്യൻ മലയാള ചിത്രം പ്രദർശിപ്പിച്ചത്. ഒരു ബ്യൂട്ടി പാർലറിലെ ബ്യൂട്ടീഷ്യനാണ് വിക്ടോറിയ. കത്തോലിക്കക്കാരായ തൻ്റെ മാതാപിതാക്കളോട് കലഹിച്ച് ഹിന്ദുവായ കാമുകനൊപ്പം ഒളിച്ചോടാൻ അവൾ തീരുമാനിക്കുകയും അവളുടെ അയൽക്കാരി ഒരു പൂവൻ കോഴിയെ സൂക്ഷിക്കാൻ വിക്ടോറിയയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സെന്റ് ജോർജ് പള്ളിയിലെ പെരുന്നാളിന് വഴിപാട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന കോഴിയാണിത്. കുറച്ച് ദിവസത്തേക്ക് അതിനെ ബ്യൂട്ടി പാർലറിൽ സൂക്ഷിക്കാൻ അവൾ തീരുമാനിക്കുന്നു. അപ്രതീക്ഷിതമായി ബ്യൂട്ടി പാർലറിലേക്ക് ആളുകൾ എത്തുമ്പോൾ ആ കോഴി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വിക്ടോറിയയുടെ കാമുകൻ നേരിടുന്ന അനിശ്ചിതത്വവും കാരണം അവൾ വൈകാരികമായി തളരുന്നു. വ്യക്തിപരവും ആത്മീയവുമായ പല തിരിച്ചറിവുകളും അവൾക്കുണ്ടാകുന്നു. ശിവരഞ്ജിനി ജിയാണ് ഈ സിനിമയുടെ സംവിധായക. സ്ക്രീൻ പ്ലേയും എഡിറ്റിംഗും നിർവഹിച്ചതും അവർ തന്നെയാണ്. മീ മരിയൻ ചിൽഡ്രൻ ആൻഡ് 26 others കൈരളിയിൽ ഇന്നലെ 3:30 പ്രദർശിപ്പിച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഫർഷാദ് ഹഷ്മിയാണ്. തൻ്റെ വീട് 6 ദിവസത്തേക്ക് ഒരു സിനിമാ സംഘത്തിന് വാടകയ്ക്ക് നൽകാൻ മെഹബൂബായി തീരുമാനിക്കുന്നു. സമാധാനപൂർവ്വമായി ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അവളുടെ ജീവിതം അതോടെ മാറിമറിയുന്നു. ആ സിനിമാ സംഘത്തിന്റെ രീതികളും അവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ കഥയും മെഹബൂബയെ സ്വാധീനിക്കുകയാണ്. തന്റെ ഭൂതകാലങ്ങളിൽ അവസാനിച്ചിട്ടില്ലാത്ത ചില ഏടുകളെ വീണ്ടും അഭിമുഖീകരിക്കുവാൻ മെഹബൂബ തീരുമാനിക്കുകയാണ്. അതിന് നിർബന്ധിതയാകുകയാണ്. സിനിമാ സംഘം അവിടെ നിന്നും മടങ്ങിപ്പോകുന്നതിന് മുമ്പ് മെഹബൂബയ്ക്ക് ഒരു സുപ്രധാന തീരുമാനം എടുക്കേണ്ടി വരുന്നു. അവൾ ജീവിച്ച് പരിചയിച്ചിട്ടുള്ള ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണോ അതോ തികച്ചും വ്യത്യസ്തമായ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടണോ? 2024 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ദൈർഘ്യം 101 മിനിറ്റാണ്. 8 മണിയോടുകൂടി കലാഭവനിൽ തന്നെ വീണ്ടും പ്രദർശിപ്പിച്ച മറ്റൊരു ചിത്രമാണ് ദ പാൻ ഇന്ത്യൻ സ്റ്റോറി. ഈ മലയാള ചലച്ചിത്രം കേരളത്തിലെ കുടുംബങ്ങളെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഹരി ഒരു സർക്കാർ ജീവനക്കാരനാണ്. ഭാര്യ സുജാത, മകൻ ശങ്കരൻ, സഹോദരൻ മുരളി എന്നിവർക്കൊപ്പമാണ് ഹരിയുടെ താമസം. ഹരിയുടെ സഹപ്രവർത്തകനായ റജിയും കുടുംബവും 2 ദിവസത്തെ സന്ദർശനത്തിനായി ഹരിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇരു കുടുംബങ്ങളിലെയും മുതിർന്നവർ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് വീട്ടിലുള്ള കുട്ടികൾ ഒരു കളി കളിക്കുന്നു. അവിടെ മുതൽ കഥയുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. BC അഭിലാഷ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ദൈർഘ്യം 90 മിനിറ്റാണ്. അടുത്തത് ചൈനീസ് ചിത്രമായ ദ ബ്ലാക്ക് ഡോഗ് ആണ്. വടക്കു പടിഞ്ഞാറൻ ചൈനയുടെ ഗോബി മരുഭൂമിയുടെ ഒരറ്റത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ജയിൽ മോചിതനായ ലാം. അവിടുത്തെ തെരുവു നായ്ക്കളെ ഒഴിപ്പിക്കുന്ന ഒരു പ്രാദേശിക സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു കറുത്ത നായയെ അയാൾ കണ്ടുമുട്ടുന്നു. ഏകാന്തമായ ആ 2 ആത്മാക്കൾ ഒരുമിച്ച് പുതിയൊരു യാത്ര ആരംഭിക്കുന്നു. ഹുഗ്വാൻ സംവിധാനം ചെയ്ത ചൈനീസ് ചിത്രത്തിന്റെ ദൈർഘ്യം 106 മിനിറ്റാണ്. ഇതിൽ വേൾഡ് സിനിമ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ബ്ലാക്ക് ഡോഗും ഇന്ത്യൻ സിനിമ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പാൻ ഇന്ത്യൻ സ്റ്റോറിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട 2 സിനിമകളാണ്.